RRB ഗ്രൂപ്പ് ഡി റെയിൽവേയിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കയറാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. ഈ ഒരു പരീക്ഷയെ പറ്റിയാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നതും ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് സംശയങ്ങൾ പലരായിട്ട് ചോദിക്കുന്നു. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി പരീക്ഷയെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മറ്റെല്ലാ ഇൻഫോർമേഷൻസും ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. RRB ഗ്രൂപ്പ് ഡി റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ RRB ഗ്രൂപ്പ് ഡി പരീക്ഷ വരാൻ പോവുകയാണ്. അപ്പോൾ ആ പരീക്ഷ വിളിക്കാൻ പോകുന്ന ഡേറ്റുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ, ആർക്കൊക്കെ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം, ഇനി ഏതൊക്കെ പോസ്റ്റുകളാണ് ഈ ഗ്രൂപ്പ് ഡി പരീക്ഷ വഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ഗ്രൂപ്പ് ഡി എക്സാം എഴുതി കിട്ടാൻ പോകുന്ന പോസ്റ്റുകൾ ഏതൊക്കെ, അതുപോലെ എക്സാം സ്റ്റേജുകൾ എന്തൊക്കെ കടമ്പകൾ കടന്നാൽ നമുക്ക് RRB ഗ്രൂപ്പ് ഡി ജോലിയിലേക്ക് കടക്കാം, അതിൻ്റെ എക്സാംസ് എന്താണ്, അത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയറുകൾ എന്താണ്, പിന്നെ സിലബസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എക്സാം പ്രിപ്പറേഷൻ എങ്ങനെയാണ്, വേക്കൻസി എത്രയുണ്ട്, എത്ര വേക്കൻസീസ് ആണ് കറൻറ്റ്ലി ഉള്ളത്, അതുപോലെ കട്ട് ഓഫ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയിലെ തന്നെ ഏറ്റവും വലിയ റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരുന്ന ഒരു പരീക്ഷയാണ് RRB ഗ്രൂപ്പ് ഡി. കാരണം 2019 1,50,000 പുറത്ത് വേക്കൻസീസുമായിട്ടായിരുന്നു അവസാനമായിട്ട് റെയിൽവേ ഗ്രൂപ്പ് ഡി വിളിച്ചത്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ 1,50,000 പുറത്ത് നമ്പർ ഓഫ് വേക്കൻസീസ് ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഈ പരീക്ഷയിൽ കയറാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ 2019 അവസാനം വിളിച്ചതിന് ശേഷം ഇപ്പോൾ 2024 റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് RRB ഗ്രൂപ്പ് ഡി. ഈ വർഷം മുതൽ 2024 മുതൽ 24 മുതൽ ഇന്ത്യൻ റെയിൽവേസ് ഇയർലി സിസ്റ്റത്തിന്റെ റിക്രൂട്ട്മെന്റിലോട്ട് വന്നിട്ടുണ്ട്. എല്ലാ പരീക്ഷകളും ഓരോ വർഷവും എല്ലാ വർഷവും SSC പരീക്ഷകൾ നടത്തുന്ന പോലെ എല്ലാ വർഷവും ഈ പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഡിസംബറിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ ഡിലേ വന്നുകൊണ്ട് തന്നെ ഒരു 1 മന്ത് ഡിലേയിലാണ് ഈ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള RRB ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. ഡേറ്റുകൾ, അതായത് ഈ പരീക്ഷ എന്ന് വിളിക്കും, എന്നാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ അറിയുമ്പോൾ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ RRB ഗ്രൂപ്പ് ഡി ഞാൻ പറഞ്ഞു 2019 ലാസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടന്നത്. 1,00,000 പുറത്ത് വേക്കൻസീസ് ഉണ്ടായിരുന്നു. ആ ഒരു റിക്രൂട്ട്മെൻറ്റിന് ശേഷം ഇപ്പോൾ 2024 ജനുവരിയിൽ ഇന്ത്യൻ റെയിൽവേസ് ഇഷ്യൂ ചെയ്ത ഒരു കലണ്ടറാണ്, ആനുവൽ കലണ്ടർ ഫോർ RRB റിക്രൂട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ് 2024 ഇഷ്യൂ ചെയ്ത കലണ്ടറാണ്. ആ കലണ്ടറിൽ പറയുന്നത് ഒക്ടോബർ ടു ഡിസംബർ, ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്തിനിടയിലായിരിക്കും ലെവൽ 1 പോസ്റ്റ്, അതായത് ഗ്രൂപ്പ് ഡി, നമ്മളിപ്പോൾ പറയുന്ന RRB ഗ്രൂപ്പ് ഡി, അതിനെ തന്നെ ലെവൽ 1 പോസ്റ്റുകൾ എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ആ ലെവൽ 1 പോസ്റ്റുകൾ ഡിസംബറിനും ഒക്ടോബറിനും ഇടയിൽ വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസിൻ്റെ റിക്രൂട്ട്മെൻറ്റും പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 റിക്രൂട്ട്മെൻറ്റ്സ് ആണ് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ പറഞ്ഞത്. ഡിസംബറിൽ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നില്ല. പക്ഷേ ഡിസംബർ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സ്പെഷ്യൽ ഓഫീഷ്യൽ നോട്ടീസ് RRBയുടെ ഭാഗത്തു നിന്ന് ഒരു ഷോർട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ല വന്നത്, റെയിൽവേയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ല, പകരം റെയിൽവേയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ ഒരു സ്പെഷ്യൽ ഷോർട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തിരുന്നു. അതായത് ജനുവരിയിൽ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജനുവരി 23 മുതൽ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന കാര്യമാണ് ഇവർ ഈ ഒരു ഷോർട്ട് നോട്ടീസ് വഴി പറയുന്നത്. റിക്രൂട്ട്മെൻറ്റ് ഫോർ വേരിയസ് പോസ്റ്റ് ഇൻ ലെവൽ 1 ഓഫ് 7th CPC പേ മാട്രിക്സ്, അതായത് ഗ്രൂപ്പ് ഡി പോസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഡിസംബറിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പറ്റിയില്ല. ബാക്കി എല്ലാ നോട്ടിഫിക്കേഷൻസും വിത്തിൻ ദ ടൈം കഴിഞ്ഞ വർഷം 2024 തന്നെ ഇത്രയും എക്സാംസ്, അതായത് ALP ടെക്നീഷ്യൻ, NTPC ജൂനിയർ എഞ്ചിനീയർ, പാരാമെഡിക്കൽ കാറ്റഗറീസ്, ബാക്കി എല്ലാം ഡിസംബറിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വിളിച്ചു. പക്ഷേ ലെവൽ 1 പോസ്റ്റുകൾ, ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ അവർക്ക് ഡിസംബറിൽ വിളിക്കാൻ പറ്റിയില്ല, നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ജനുവരിയിൽ തന്നെ ഇങ്ങനൊരു ഷോർട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അതായത് ജനുവരി 23 ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് അവർ ഇഷ്യൂ ചെയ്തായിരുന്നു. അപ്പോൾ ഈ വരുന്ന ജനുവരി 23 ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടൊരു ഇൻഫോർമേഷൻ ആണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ ഈ ഇൻഫോർമേഷൻ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും കുറേ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഡേറ്റ് നമുക്കറിയാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ജനുവരി 23, ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് ഫെബ്രുവരി 22. അപ്പം ജനുവരി 23 ഫെബ്രുവരി 22 ഇടയ്ക്ക് നിങ്ങൾക്കിത്
അപ്ലൈ ചെയ്യാമെന്നൊരു കാര്യം മനസ്സിലായി. ഇനി എന്താണ് എലിജിബിലിറ്റി? നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞ എലിജിബിലിറ്റി എന്താണ്? 10ാം ക്ലാസ് ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ് മാത്രമാണോ? നമുക്ക് ഒരു പരീക്ഷയ്ക്ക് എഴുതണമെങ്കിൽ അതിന് വേണ്ട ഏജ് ലിമിറ്റ് ഒരു ഫാക്ടറാണ്. എത്ര വയസ്സുള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം? ഏജ് ലിമിറ്റ് അറിയണം, ക്വാളിഫിക്കേഷൻ അറിയണം. 10ാം ക്ലാസ് ആണെന്ന് ജസ്റ്റ് പറഞ്ഞു. അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ വിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ പറയും. നമ്മുടെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ വിഷനുമായിട്ട് ബന്ധപ്പെട്ട്, കളർ ബ്ലൈൻഡ്നെസ്, അങ്ങനെ മറ്റ് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഇതിൻ്റെ എലിജിബിലിറ്റിയിൽ വരുന്നൊരു ഫാക്ടർ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ക്ലിയർലി പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്തെ നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി? ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതാനുള്ള ആളുകളുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന് ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച ആ നോട്ടിഫിക്കേഷൻ്റെ, ആ ഷോർട്ട് നോട്ടീസിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പറയുന്ന ഏജ് ആസ് ഓൺ 1/7/2025 ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റ്, മാക്സിമം ഏജ് എന്ന് പറയുന്നത് 36 വയസ്സാണ്. ഈ 36 എന്ന് പറയുന്നത് നോർമലി 33 വയസ്സായിരുന്നു ഇതിൻ്റെ ഏജ് ലിമിറ്റ്. 2019 നോട്ടിഫിക്കേഷൻസ് നോക്കിയാലും 33 വയസ്സ് വരെയുള്ളവർക്കായിരുന്നു. ഈ വർഷം കൊറോണ അല്ലെങ്കിൽ COVID-19 പശ്ചാത്തലത്തിൽ എല്ലാ പരീക്ഷകൾക്കും ഒരു 3 വർഷം ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം 33 പകരം 36 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സായിരിക്കും. അതേസമയം OBC കാറ്റഗറി ആണെങ്കിൽ ഒരു 3 വർഷം ഏജ് റിലാക്സേഷൻ കൂടിയുണ്ട്, 39 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST കാറ്റഗറി ആണെങ്കിൽ അവർക്ക് 36ന്റെ കൂടെ ഒരു 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ കൂടിയുണ്ട്, 41 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഏജ് ലിമിറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ? ഈ ക്വാളിഫിക്കേഷൻ കുറച്ച് സമയങ്ങളായി പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്ന ഒരു കാര്യമാണ്. അതായത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിലായിരുന്നു 2019 വിളിച്ചത്. പക്ഷേ ഇതൊരു ടെക്നിക്കൽ പോസ്റ്റ് ആയിട്ടാണ് ഗ്രൂപ്പ് ഡി പലപ്പോഴും അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ന് മാറ്റുമോ എന്നൊരു കൺഫ്യൂഷൻ പലരുടെ ഇടയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റിക്കൊണ്ടാണ് റീസെൻ്റ് ആയിട്ട് നമുക്ക് മറ്റൊരു അനൗൺസ്മെൻറ്റ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതായത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച ഒരു കൺഫർമേഷൻ നോട്ടീസ് റീസെൻ്റ് ആയിട്ട് വന്നു. ആ കൺഫർമേഷൻ പറയുന്നത് 10th പാസ് ഓർ ITI ഓർ NCVT അല്ലെങ്കിൽ ഓർ ഇക്വാലന്റ് ഓർ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഗ്രാൻഡഡ് ബൈ NCVTയുടെ സർട്ടിഫിക്കറ്റോ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ ITI ഏതെങ്കിലും ഒന്നെന്നാണ് പറയുന്നത്. 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ NCVTയുടെ സർട്ടിഫിക്കറ്റ് ഗ്രാൻഡ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഒക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലും അതിന് മുകളിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം ഈ പരീക്ഷയ്ക്ക് എഴുതാൻ എലിജിബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അറിയേണ്ടത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. 3ാമത്തെ കാര്യം, നിങ്ങൾ മെഡിക്കലി എലിജിബിൾ ആണോ? റെയിൽവേ പരീക്ഷകളെ സംബന്ധിച്ച് പലരുടെയും സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ണാടി ഉപയോഗിക്കുന്ന ആളാണ്, സ്പെക്ടക്കിൾസ് യൂസ് ചെയ്യുന്ന ആളാണ്, എനിക്കതുകൊണ്ട് ഈ പോസ്റ്റുകൾ പറ്റുമോ? അല്ലെങ്കിൽ എൻ്റെ വിഷൻ, എൻ്റെ സൈറ്റഡ്നെസ്സിന് ചില പ്രോബ്ലം ഉണ്ട്, എനിക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് കളർ റിലേറ്റഡ് ആയിട്ടുള്ള വിഷൻ പ്രോബ്ലംസ് ഉണ്ട്. ഇങ്ങനെ പല പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് എനിക്ക് റെയിൽവേയിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കൂടി പറഞ്ഞോട്ടെ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ഡിയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് 2019 വന്ന നോട്ടിഫിക്കേഷൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഓരോ പോസ്റ്റുകൾക്ക്, ഇപ്പോൾ അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ്, അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ്, അസിസ്റ്റൻറ്റ് CW, അസിസ്റ്റൻറ്റ് ഡിപ്പോ, അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് എന്നൊക്കെ പറയുന്ന ഡിഫറൻറ്റ് പോസ്റ്റുകളാണ്. ഒരു 17 പോസ്റ്റുകൾ 2019 റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 17 പോസ്റ്റുകൾ. ഈ 17 പോസ്റ്റുകൾക്കും ഉള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ അടുത്തൊരു കോളത്തിൽ ഇവിടെ കാണാൻ പറ്റും. അതായത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1, B1, B1C1, C1, B1, A2 എന്നൊക്കെ പറഞ്ഞ് പല മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കാണാം. അതായത് C1 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇത്ര വിഷനുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ആ C1 മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ ഡിഫൈൻ ചെയ്ത്. അപ്പോൾ അത്രയും മിനിമം മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരാൾക്കായിരിക്കും ഈ പോസ്റ്റിന് എലിജിബിലിറ്റി. മനസ്സിലായോ? അപ്പോൾ ഗ്രൂപ്പ് ഡി പോസ്റ്റിനെ സംബന്ധിച്ച് വളരെ ചുരുക്കം പോസ്റ്റുകൾ മാത്രമേ വളരെ ടഫറായിട്ടുള്ള വിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളുള്ളൂ. ബാക്കിയെല്ലാം ഒരുവിധം ഇപ്പം സ്പെക്സ് യൂസ് ചെയ്യുന്ന കേസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. അപ്പം അതും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. ഡിസ്റ്റൻറ്റ് വിഷൻ 6/9 അല്ലെങ്കിൽ 6/9 വിത്തൗട്ട് ഗ്ലാസസ് എടുത്തു പറയുന്നുണ്ട്. നിയർ വിഷൻ SN 0.6 വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറയുന്നുണ്ട്. അതായത് മിനിമം 6/9 വിഷൻ വേണം വിത്തൗട്ട് ഗ്ലാസ് ഉപയോഗിക്കാതെ 6/9 വിഷൻ ഉള്ളവരെയാണ് A2 കാറ്റഗറി മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ
ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ ആൻഡ് മെസോപ്പിക് വിഷൻ. ഇത്രയും വിഷൻസിൻ്റെ ടെസ്റ്റുകളും പാസ്സായാൽ മാത്രം അവരെ A2 കാറ്റഗറി സ്റ്റാൻഡേർഡ്സിൽ കൺസിഡർ ചെയ്യും. ഇനി നിങ്ങൾ സ്പെക്ടക്കിൾസ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ A2 കാറ്റഗറി മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ട പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് A2 ഉണ്ട്, A3 ഉണ്ട്, B1 ഉണ്ട്, B2 ഉണ്ട്, C1 ഉണ്ട്, C2 ഉണ്ട്, ഓരോന്നും ക്ലിയർലി പറയുന്നുണ്ട്. ഇവിടെ A3 സ്റ്റാൻഡേർഡ് വിഷൻ കൂടെ നമുക്ക് നോക്കാം. ഡിസ്റ്റന്റ് വിഷൻ 6/9 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. അതായത് ഗ്ലാസ് വെച്ചോ ഗ്ലാസ് വെക്കാതെയോ ആ 6/9 വിഷൻ ഉണ്ടാവണം. പറയുന്നുണ്ട് പവർ ഓഫ് ലെൻസസ് നോട്ട് ടു എക്സീഡ് 2 ഡയോപ്റ്റർ. 2 ഡയോപ്റ്ററിൽ കൂടുതൽ വിഷൻ്റെ യൂസ് ചെയ്യുന്ന ലെൻസസ് ആവാൻ പാടില്ല. അതുപോലെ നിയർ വിഷൻ്റെ ഇവിടെ പറയുന്നുണ്ട് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് വിത്തോ അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടോ ഗ്ലാസ് വെക്കാതെയോ എന്നെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ A3 സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡുകളും ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ എല്ലാ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് ഡിസ്റ്റന്റ് വിഷൻ A2 ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷൻ ഏറ്റവും ബെസ്റ്റ് വിഷൻ സ്റ്റാൻഡേർഡ് ആണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് വിഷൻ റിലേറ്റഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറി വരുന്നെന്ന് നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ. അത് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ എലിജിബിലിറ്റി നോക്കുമ്പോൾ വേണ്ടത്. ഒന്ന്, നിങ്ങളുടെ ഏജ് കാറ്റഗറി എത്രയാണ്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, 18 മുതൽ 36 വയസ്സ് വരെ. OBC കാറ്റഗറി ആണെങ്കിൽ 31 വയസ്സ് വരെ. ഇനി SC/ST കാറ്റഗറി ആണെങ്കിൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 2, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നുകിൽ 10ാം ക്ലാസ് ആയിരിക്കണം, അല്ലെങ്കിൽ ITI, അല്ലെങ്കിൽ മൂന്നാമത്തത് NCVT ഗ്രാൻഡ് ചെയ്ത അപ്രന്റിസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷന് എലിജിബിൾ ആണ്. അത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പിന്നെ തേർഡ് തിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഇത് ആദ്യത്തെ പരീക്ഷ എഴുതുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് വിഷയമല്ല, പക്ഷേ അതിനുശേഷം വരുന്ന പ്രൊസീജിയേഴ്സ് വരുമ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യും. ആ സമയത്താണ് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഇനി ഏതൊക്കെ പോസ്റ്റുകളാണ്, നമ്മൾ നിങ്ങളുടെ എലിജിബിലിറ്റിയെ പറ്റി പറഞ്ഞു, എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെ പോസ്റ്റുകളാണ് RRB ഗ്രൂപ്പ് ഡി വഴി കിട്ടുന്നത്? പോസ്റ്റുകളുടെ പേര് പലപ്പോഴും NTPC പരീക്ഷ വഴി ഏതൊക്കെ പോസ്റ്റുകൾ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഗ്രൂപ്പ് ഡി പരീക്ഷകൾ വഴിയുള്ള പോസ്റ്റുകൾ ഇത് 2019 റിക്രൂട്ട്മെന്റിൽ കാണിച്ചിരിക്കുന്ന പോസ്റ്റുകളാണ്. 17 കാറ്റഗറി ഓഫ് പോസ്റ്റ് ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്, അസിസ്റ്റന്റ് ബ്രിഡ്ജ്, അസിസ്റ്റന്റ് C&W, അസിസ്റ്റന്റ് ഡിപ്പോ, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ്, ഇലക്ട്രിക്കൽ, ഡീസൽ സെപ്പറേറ്റ്, അസിസ്റ്റന്റ് ഓപ്പറേഷൻസ്, പോയിന്റ്സ് മാൻ, സെയിൽസ് ആൻഡ് ടെലകോം, അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ, TL&AC, TRD, ഇങ്ങനെ 17 പോസ്റ്റുകളുണ്ട്. പക്ഷേ ഇപ്രാവശ്യം സെപ്പറേറ്റ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു നോട്ടീസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ പറഞ്ഞ എല്ലാ പോസ്റ്റുകളും ഇല്ല, ചില പോസ്റ്റുകളെ ഗ്രൂപ്പ് ഡി പോസ്റ്റ് റിക്രൂട്ട്മെന്റിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒരു 14 കാറ്റഗറി ഓഫ് പോസ്റ്റുകൾ മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പോയിന്റ്സ് മാൻ, അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ, അസിസ്റ്റന്റ് ബ്രിഡ്ജ്, ട്രാക്ക് മെയിൻറ്റെയിനർ, അതുപോലെ അസിസ്റ്റന്റ് PWay, അസിസ്റ്റന്റ് C&W, TRD, ഇങ്ങനെ 14 കാറ്റഗറിയിലാണ് കറൻ്റ്ലി ഉള്ള വേക്കൻസി. ഈ വർഷത്തെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന വേക്കൻസീസ് എന്ന രീതിയിലാണ് ഇത്രയും പോസ്റ്റുകളാണ് RRB ഗ്രൂപ്പ് ഡി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി വേക്കൻസീസ് എത്രയുണ്ട്, എത്ര വേക്കൻസീസ് ഉണ്ട്? 2019 ഈ പരീക്ഷ RRB ഗ്രൂപ്പ് ഡി പരീക്ഷ വിളിച്ചപ്പോൾ 1 ലക്ഷത്തിൽ പുറത്ത് വേക്കൻസീസുമായിട്ടാണ് വിളിച്ചത്. അത് വളരെ വലിയൊരു മാസ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ പരീക്ഷ ക്ലിയർ ചെയ്തു. കൊറോണയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം റിക്രൂട്ട്മെന്റ് നടന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ജോലിയിലേക്ക് കയറാൻ സാധിച്ചു. പ്രത്യേകിച്ചും RRBയുടെ NTPC പരീക്ഷ ജസ്റ്റ് കട്ട് ഓഫ് ഒക്കെ ക്ലിയർ ചെയ്ത്, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ക്ലിയർ ചെയ്യാൻ പറ്റാതെ ഫൈനലി NTPC പരീക്ഷ ക്ലിയർ ചെയ്ത് എയിം ചെയ്ത് പഠിച്ചിരുന്നിട്ടും NTPC ക്വാളിഫൈ ആവാതിരുന്ന ഒരുപാട് പേര് ഈ ഗ്രൂപ്പ് ഡി പരീക്ഷയിൽ കയറി. കാരണം ഇത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ടായിരുന്നു. 2019 NTPC വിളിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പ് ഡിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒബ്സർവ് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസിനെ നോക്കുമ്പോൾ അവർ പലരും NTPC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അവരതിൽ ജസ്റ്റ് അവർക്ക് അതിൽ റാങ്ക് ലിസ്റ്റ് കയറി പറ്റി ജോലിയിലേക്ക് എത്താൻ പറ്റിയില്ല. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരാണ് ഗ്രൂപ്പ് ഡി പരീക്ഷയും എയിം ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ജോലിയിൽ കയറിയത്. അപ്പോൾ അത്രയും വേക്കൻസീസ് ഉണ്ടായിരുന്നു. 1 lakh പ്ലസ് വേക്കൻസീസ് ഉണ്ടായിരുന്നു. അത് ഓരോ കാറ്റഗറി വൈസ്, ഓരോ റെയിൽവേ വൈസുള്ള സ്പ്ലിറ്റാണ് ഇവിടെ ഞാൻ കാണിച്ചേക്കുന്നത്. ഇത് 2019 വേക്കൻസിയാണ്. ഇനിയും 2024 വേക്കൻസി എത്രയാണെന്ന് ചോദിച്ചാൽ അത് ഒഫീഷ്യലി നമുക്ക് അറിയാൻ കഴിയുന്നത് ലാസ്റ്റ് വന്ന ഒരു നോട്ടീസിൽ 32,438 വേക്കൻസി എന്നാണ് പറഞ്ഞത്. പിന്നീട് ഈ
ഈ വേക്കൻസീസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല മറ്റൊരു നോട്ടീസ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് വേക്കൻസീസ് 32,000 അല്ല, പകരം 58,242 വേക്കൻസീസ് ആയി എന്നൊരു നോട്ടീസ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ 22-ാം തീയതി വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ. കാരണം 32,000 വേക്കൻസി എന്ന് പറയുന്നത് വളരെ കുറച്ച് നമ്പർ ഓഫ് വേക്കൻസിയാണ്. ഇത്രയും വേക്കൻസി അല്ല വരേണ്ടത്. 32,000 വേക്കൻസി കൊണ്ട് ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ ഫില്ല് ചെയ്ത് റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു ഫാക്റ്റാണ്. മാത്രമല്ല ഒരു ആർ ടി ഐ ഫയൽ ചെയ്ത അതിൻ്റെ ഇൻഫോർമേഷൻ വന്ന ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് ആർ ടി ഐയിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ് പോലും 50,000-ന് മുകളിൽ വരുന്ന വേക്കൻസീസ്. സോ 50,000-ന് മുകളിൽ വേക്കൻസീസ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന 32,000 വേക്കൻസീസ് ഒഫീഷ്യലി പറയുന്നുണ്ടെങ്കിലും 52,000-ഓളം വേക്കൻസീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്നിരുന്നാലും ഞാനിതൊരു ബ്ലൈൻഡായിട്ട് നിങ്ങളോട് പറയുന്നില്ല, ഇത് വിശ്വസിക്കണമെന്ന് പറയുന്നില്ല. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രം നിങ്ങളിത് കൺഫേം ചെയ്യുക. ഇനി എങ്ങനെയാണ് ഇതിന് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്? RRB ഗ്രൂപ്പ് ഡിയിൽ ജോലി കിട്ടാനുള്ള സാധ്യത എങ്ങനെയാണ്? ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ 3 സ്റ്റേജുകളാണ് മേജറായിട്ടുള്ളത്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടൊരു പരീക്ഷ, അതിനെ CBT എന്ന് നമ്മൾ പറയും. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടൊരു പരീക്ഷ ഉണ്ട്. ആ പരീക്ഷയിൽ നിങ്ങൾ ബെറ്റർ മാർക്ക് മേടിച്ച് റെയിൽവേ സെറ്റ് ചെയ്യുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അടുത്ത സ്റ്റേജിലേക്ക് പോകും. ആ സ്റ്റേജിൽ, രണ്ടാമത്തെ സ്റ്റേജിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ടെസ്റ്റാണ്. ആ ടെസ്റ്റുകൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം വലിയ ബുദ്ധിമുട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒന്നും അല്ല ഇവിടെ വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ ക്വാളിഫൈ ചെയ്താൽ രണ്ടാമത്തെ സ്റ്റേജ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. ഇതും ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ അടുത്ത മെഡിക്കൽ, അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഈ പ്രോസസ്സുകളിലോട്ടാണ് പോകുന്നത്. മെഡിക്കലും നിങ്ങൾ ഫെയിൽ ആവാതിരുന്നാൽ, അതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം പ്രോപ്പർലി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഇടുകയും നിങ്ങൾ ജോബിലേക്ക് കയറുകയും ചെയ്യുകയായിരിക്കും നടക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. 3 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് നമ്മൾ കരുതേണ്ടത് കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ തന്നെയാണ്. ഈ പരീക്ഷയിൽ നമ്മുടെ മാർക്കിനനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത സ്റ്റേജുകളിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിലെ 3 സ്റ്റേജുകൾ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. CBT 1, അതായത് ഒരു സ്റ്റേജ് പരീക്ഷ മാത്രമേ ഉള്ളൂ. അതിന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പാറ്റേൺ എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് 100 ചോദ്യങ്ങളാണ് ആകെ ഉള്ളത്. 100 ചോദ്യങ്ങൾക്ക് 100 മാർക്ക്. ഒരു ചോദ്യത്തിന് 1 മാർക്ക് വെച്ചിട്ടാണ് 100 ചോദ്യങ്ങൾക്ക് 100 മാർക്കാണ് നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത്. ഈ 100 ചോദ്യങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. 90 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക്, അതായത് 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൻ്റെ തന്നെ സബ്ജക്റ്റ് വൈസ് ഡിഫറൻസ് നോക്കാം. മാത്സ് 25 ചോദ്യം, റീസണിങ് 30 ചോദ്യം, ജനറൽ സയൻസ് 25 ചോദ്യം, GK 20 ചോദ്യം. ഇങ്ങനെ ടോട്ടൽ 100 ചോദ്യങ്ങൾ 100 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ GK, സയൻസ്, റീസണിങ്, മാത്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പാറ്റേൺ എക്സാമിനെ പറ്റി ഒരു മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഞാൻ PSC പഠിച്ചു, PSC പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി, കേരള PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് മതിയോ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് പഠിച്ചാൽ മതിയോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം പാറ്റേൺ മനസ്സിലാക്കുകയും നിങ്ങൾ സിലബസ് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കൃത്യമായുള്ള പരീക്ഷയുടെ പാറ്റേൺ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്ത് ജോലിയിൽ മേടിക്കാം. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സിലബസ് ആണ് ഞാൻ കാണിച്ചേക്കുന്നത്. സിലബസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ 4 ടോപ്പിക്കുകളിൽ മാത്തമാറ്റിക്സ്, നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഇതെല്ലാം നമ്മുടെ മാത്തമാറ്റിക്സ്, ബേസിക് മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ ജനറൽ ഇൻ്റലിജൻസിൽ വരുന്ന ടോപ്പിക്കുകൾ പറയുന്നുണ്ട്, ജനറൽ സയൻസ് പറയുന്നുണ്ട്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഈ സിലബസ് ആണ് റെയിൽവേ ഒഫീഷ്യലി 2019 റിക്രൂട്ട്മെൻറ്റിൽ വന്നിരിക്കുന്നത്. ഇതേ തരത്തിലുള്ള ഒരു സിലബസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കൃത്യം റെയിൽവേ പരീക്ഷകളുടെ അല്ലെങ്കിൽ SSC എക്സാംസിൻ്റെ അതേ മാതൃകയിൽ വരുന്ന സിലബസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം റെയിൽവേ എക്സാംസിൻ്റെ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു പരീക്ഷയുടെ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. മറ്റാരെങ്കിലും പറഞ്ഞു തരുന്ന തെറ്റായ ഇൻഫർമേഷൻസ് വെച്ച് പഠിച്ചാൽ അവസാനം നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം റെയിൽവേ പരീക്ഷകളും SSC പരീക്ഷകളും മറ്റൊരു മാതൃകയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ കോച്ചിങ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ കൃത്യമായിട്ട് പോയാൽ, നിങ്ങൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താൽ വളരെ ചെറിയ സമയത്തിൽ തന്നെ ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലി, ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയിൽ തന്നെ ഇരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് പറയട്ടെ, ഇത് റെയിൽവേ പരീക്ഷകളുടെ അതേ സിലബസ് ആണ്. മറ്റൊരു പരീക്ഷ പഠിക്കുന്നതിൻ്റെ പാറ്റേണിൽ പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിന് ഇതിൻ്റേതായ രീതിയിൽ ഇതിൻ്റേതായ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് അനാലിസിസ് ചെയ്ത് തന്നെ പഠിച്ചു
പഠിച്ചോളുക. കാരണം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം ജനറൽ സയൻസ് ആണ്. ഈ ജനറൽ സയൻസ് ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് നിങ്ങൾ നോക്കിയാൽ 25 മാർക്ക് ഇവിടെ ഉണ്ട് സെപ്പറേറ്റ്ലി. ജനറൽ അവയർനെസ് കൂടാതെ GK കൂടാതെ സയൻസിന് 25 മാർക്സ് വെയിറ്റേജ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് പ്രോബ്ലംസ് ഉൾപ്പെടെ ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ റെയിൽവേ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നുള്ള പ്രോബ്ലംസ് ഉൾപ്പെടെയുള്ള നല്ല ചോദ്യങ്ങൾ ഈ ജനറൽ സയൻസിൽ നിന്ന് വരും. മാത്സ്, റീസണിങ് റെയിൽവേയുടെയും SSCയുടെയും പരീക്ഷയുടെ അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ചോദിക്കുന്നത്. ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും അതുപോലെ സയൻസും SSC റെയിൽവേ പരീക്ഷകളുടെ അതേ പാറ്റേണിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ഞാൻ SSC റെയിൽവേ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും മാത്തമാറ്റിക്സും റീസണിങ്ങും അതുപോലെ തന്നെ GKയും സയൻസും ഒക്കെ ഒരേ നിലവാരത്തിലും ഒരേ തരത്തിലും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ SSCയെ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നത്. ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ നടത്തുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ബേസിക് സിലബസ് മാത്രമാണ് പറഞ്ഞത്. ബേസിക് സിലബസ് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ഏകദേശം അത്യാവശ്യം കട്ട് ഓഫ് മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജായ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യും. ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾ ക്വാളിഫയിങ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റിൽ ഇവിടെ മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് തരുന്നത്. അതിനകത്ത് മെയിൽ കാൻഡിഡേറ്റ്സിന് 35 കിലോഗ്രാം വെയിറ്റ് ക്യാരി ചെയ്തുകൊണ്ട് ഹെഡിന് മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിന് മുകളിൽ ക്യാരി ചെയ്തുകൊണ്ട് 100 മീറ്റർ 2 മിനിറ്റിൽ കവർ ചെയ്യണം എന്നുള്ളതാണ് ടെസ്റ്റ്. അതായത് 35 കിലോഗ്രാം വെയിറ്റ് നമ്മുടെ തലയ്ക്ക് മുകളിൽ വെച്ചിട്ട് 100 മീറ്റേഴ്സ് 2 മിനിറ്റ്സിൽ ഒറ്റ ചാൻസേ ഉള്ളൂ ആ വെയിറ്റ് താഴെ ഇടാതെ നിങ്ങൾ കവർ ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ടെസ്റ്റ്. നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജായ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ക്വാളിഫൈ ചെയ്യും. പിന്നെ പറയുന്നത് കേൾക്കുക, ഷുഡ് ബി ഏബിൾ ടു റൺ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 1000 മീറ്റേഴ്സ് ഇൻ 4 മിനിറ്റ്സ് ആൻഡ് 15 സെക്കൻഡ്സ് ഇൻ 1 ചാൻസ്. അതായത് 1 കിലോമീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡിൽ നിങ്ങൾ കവർ ചെയ്യണം. അതാണ് രണ്ടാമത്തെ ടെസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ മെയിൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് വരുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഫീമെയിൽസ് ആണെങ്കിൽ 20 കിലോഗ്രാം വെയിറ്റ് തലയ്ക്ക് മുകളിൽ വെച്ചുകൊണ്ട് 100 മീറ്റർ 2 മിനിറ്റിൽ കവർ ചെയ്യണം. അതാണ് ടെസ്റ്റ്. അതുപോലെ തന്നെ ഓടുന്ന കാര്യം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് അവർ 5 മിനിറ്റ് 40 സെക്കൻഡിലാണ് കവർ ചെയ്യേണ്ടത്. ഈ രണ്ട് ടെസ്റ്റുകൾ ഇത് ഫീമെയിൽസിൻ്റെയും മെയിൽസിൻ്റെയും ഡിഫറൻ്റ് ആണ്. ഈ ടെസ്റ്റുകൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാമും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനലി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങളുടെ വിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ചെക്കപ്പ് ചെയ്ത് ഫൈനൽ നിങ്ങളുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ജോലിയിലേക്ക് പോകാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഇൻഫോർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് കേട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ആക്ഷൻ എടുക്കുന്ന ആൾക്കാർ മാത്രമായിരിക്കും വിജയിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 23 അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ വന്ന ഒരു 2 ആഴ്ചക്കടുത്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നൊരു കാര്യം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഓരോ ദിവസവും നിങ്ങൾ ഒരു ദിവസം മുമ്പ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും കൂടുതൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എത്ര ദിവസം വൈകുന്നു അത്രത്തോളം നിങ്ങൾക്ക് അതിനുള്ള സാധ്യത ഇല്ലാതാവുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന് ഒരുപാട് വഴികളുണ്ട്. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് കിട്ടുന്നുണ്ട്. ആ ക്ലാസ്സസ് കണ്ട് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അതിനുവേണ്ടി ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മറ്റ് ഒരു സെൻറ്ററിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ ആണെങ്കിൽ അതിൻ്റെ പുതിയ ബാച്ചുകൾ വരുന്ന മാസവും ഇപ്പോൾ ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത മാസം പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് കൊല്ലം, കൊട്ടാരക്കര, അതുപോലെ പുതിയ ബ്രാഞ്ചായ തൃശ്ശൂർ, കാലിക്കറ്റ്, ഇവിടെ ട്രിവാൻഡ്രത്ത് ഇത്രയും സ്ഥലങ്ങളിലുണ്ട്. ഈ സ്ഥലങ്ങളിൽ എവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നടത്താം. വളരെ സീരിയസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് തന്നെ വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് എപ്പോഴും ഓഫ്ലൈൻ സെൻറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സ് ആയിരിക്കും ബെസ്റ്റ്. അങ്ങനെ അല്ലാത്തവർക്ക് RRB ഗ്രൂപ്പ് ഡിയുടെ ഓൺലൈൻ കോഴ്സും അവൈലബിൾ ആണ്. ഓൺലൈൻ കോഴ്സിൽ ലൈവ് ക്ലാസ്സുകളായിട്ട് ഫാക്കൽറ്റീസ് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമാണ് വരുന്നത്. സോ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സസ് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് RRB ഗ്രൂപ്പ് ഡിയുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന് കരുതുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങളോട് ഇപ്പോഴും പറയാനുണ്ട്. ഗ്രൂപ്പ് ഡി പരീക്ഷ വരുന്നു. ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. നല്ല അവസരമാണ്. RRB, NTPC, ഗ്രൂപ്പ് ഡി ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. പരീക്ഷകൾക്കൊക്കെ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.